ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ യഹോവയായ ദൈവം ഏലിയാവിനോടും ഏലിയാവ് ആഹാബിനോടും സംസാരിക്കുന്ന ദൈവവചനം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. കൊട്ടാരത്തിനകത്ത് കയറി ആഹാബിനോട് ശക്തിയേറിയ ഒരു ദൂത് പറഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഏലിയാവിൻ്റെ അടുക്കലേക്ക് ദൈവം വന്നിട്ട് പറയുകയാണ്: ഏലിയാവേ, നീ കെരീത്ത് തോട്ടിൽ ചെന്ന് താമസിക്കണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. വെള്ളം തോട്ടിൽ നിന്ന് കുടിക്കണം. ഇത് കേട്ട ഏലിയാവ് അടുത്ത ഭാഗത്ത് ചെയ്തതാണ് ദൈവം പറഞ്ഞതുപോലെ ഏലിയാവ് ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, കൊട്ടാരത്തിനകത്ത് കയറി ശക്തിയേറിയ ദൂത് കൈമാറിയ ഏലിയാവിനോട് ദൈവം പറഞ്ഞത്: കാക്കയോട് ഏലിയാവേ, ആഹാരം തരാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലൊരു സാഹചര്യം വന്നാൽ നമ്മൾ കെരീത്ത് തോട്ടിപ്പോയിരിക്കും. കാരണം നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് കാക്ക എങ്ങനെ ഭക്ഷണം കൊണ്ടുവരും എന്നുള്ളതാണ്. തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ, പക്ഷേ കാക്ക എങ്ങനെ ആഹാരം കൊണ്ടുവരും എന്ന് ചിന്തിക്കുകയും ഈ പറഞ്ഞ ദൂതിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ കൊട്ടാരത്തിനകത്ത് കയറി ദൂത് പറയാൻ ചിലപ്പോൾ നമ്മൾ സാമർത്ഥ്യം കാണിച്ചേക്കും. മാറി ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ നമുക്ക് ഒത്തിരി അതിന് മറുപടി പറയാൻ കാണും. നമ്മുടെ ദൈവം കാക്കയിലൂടെയാണോ ഇതൊക്കെ ചിന്തിക്കും. പക്ഷെ പ്രിയരെ, ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും എന്നുറപ്പുള്ളൊരു മനുഷ്യനായിരുന്നു ഏലിയാവ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് യഹോവ പറഞ്ഞതുപോലെ. ദൈവം എന്താണോ ഏലിയാവിനോട് പറഞ്ഞത് അവിടെ സംശയിച്ചില്ല. കാക്ക വന്നു എന്നുള്ളത് സത്യമാണ്, ആഹാരം ഏലിയാവ് കഴിച്ചു എന്നുള്ളത് സത്യമാണ്. അതൊക്കെ രണ്ടാമത്തെ വിഷയം. പ്രാരംഭമായിട്ട് ആ കെരീത്ത് തോട്ടിൽ പോകുവാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ പ്രിയരെ, അതാണ് ഒരു വ്യക്തിയുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം. ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞത് സാധാരണമല്ല, അന്ന് വരെ ഉള്ളതല്ല, അസാധാരണമായ ഒരു കാര്യമാണ് പറഞ്ഞത്. അതിനകത്ത് സംശയിക്കാതെ, നമ്മളൊക്കെ വിശ്വാസത്തെക്കുറിച്ച് പറയാറുണ്ട്, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവും എന്നൊക്കെ നമ്മൾ ദൈവവചനം പറയാറുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം, കാക്ക വരും, കാക്ക എനിക്ക് ആഹാരം തരും. ഏലിയാവിൻ്റെ വിഷയത്തിലാണ് പ്രിയരെ കാക്കയെക്കുറിച്ച് പറയുന്നത്. പുതിയ നിയമ ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുന്ന നമ്മുടെ ലൈഫിൽ കാക്ക ആഹാരം കൊണ്ടുവരുന്ന വിഷയമല്ല. നമ്മൾ ഇന്ന് നേരിടുന്ന എത്ര വലിയ പ്രശ്നമാകട്ടെ, എത്ര ചെറിയ പ്രശ്നമാകട്ടെ, നടത്തുന്നൊരു ദൈവമുണ്ട്. എന്നോട് ദൈവം കൽപ്പിച്ചതാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു ബോധത്തോടു കൂടി ആ വിഷയത്തെ ഫേസ് ചെയ്യാൻ, അവിടെയാണ് ഏലിയാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാകുന്നത്. അവിടെയാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാകുന്നത്. സാഹചര്യങ്ങളെ നോക്കാതെ, നടക്കാത്ത കാര്യമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും എൻ്റെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.